LDFിന്റെ സ്വതന്ത്ര പരീക്ഷണങ്ങൾ വിജയം കണ്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊടുവള്ളി. ഇത്തവണ യൂത്ത് ലീഗിന്റെ നേതാവ് ലീഗുകാർക്ക് പ്രിയപ്പെട്ടവനായ PK ഫിറോസ് ആണ് മത്സരിക്കുന്നത്. വലിയ ആവേശമാണ് മണ്ഡലത്തിലല്ലേ? അന്വേഷണം പ്രിയപ്പെട്ടവനാ. തീർച്ചയായിട്ടും അല്ല, വലിയൊരു ആവേശം പ്രകടമാണല്ലേ? പ്രത്യേകിച്ചും ഈ കാരാട്ട് റസാക്കൂടൊക്കെ വന്നപ്പോൾ ലീഗ് ക്യാമ്പിന്റെ ഒരു അല്ലെങ്കിൽ UDF ക്യാമ്പിന്റെ ഒരു ആവേശം ഇരട്ടിയായിട്ടുണ്ടോ? എങ്ങനെയുണ്ട് അവിടുത്തെ സാധ്യതകൾ? അതായത് ഒന്ന് കൊടുവള്ളി UDFന്റെ ഒരു ഉരുക്ക് കോട്ടയാണ്, സംശയമില്ല. പക്ഷേ ചില സമയത്ത് പാർട്ടിക്ക് അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സീറ്റ് നഷ്ടമായിട്ടുണ്ട്. 2 തവണ ആ സീറ്റ് നഷ്ടമായിട്ടുണ്ട് കൊടുവള്ളിയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ. പക്ഷേ ഇപ്പോൾ സാഹചര്യം ആകെ മാറി. ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നത് ലീഗിൽ നിന്ന് ആരെങ്കിലും അടർത്തിയെടുക്കാൻ പറ്റും, സ്ഥാനാർത്ഥിയാക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ആദ്യഘട്ടത്തിലൊന്നും സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഒരു സ്ഥാനാർത്ഥി കിട്ടുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഘടകകക്ഷിക്ക് പോലും ആ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറായത്. പക്ഷേ പിന്നീട് കാണുന്ന കാഴ്ച എന്താണ്? ഇടതുപക്ഷ ചേരിയിൽ നിന്ന്, അതും ഒരു MLA ആയി നിന്ന ഒരാളടക്കം ലീഗിലേക്ക് മടങ്ങി വരുന്നു. ധാരാളം ആളുകൾ, ഇപ്പോൾ നമ്മളുമായൊക്കെ നിരന്തരം ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിലേക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ളത്. ചിലരെ പാർട്ടിക്ക് നടപടി സ്വീകരിക്കേണ്ടി വന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ UDFിനകത്തേക്ക് തിരിച്ചു വരണം, ലീഗിനകത്തേക്ക് തിരിച്ചു വരണം എന്നൊരു ചിന്ത കൊടുവള്ളി മണ്ഡലത്തിലുടനീളം പാർട്ടി നേരത്തെ വിട്ടുപോയ ആളുകളുടെ മനസ്സിൽ കൂടി വന്നിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് അവിടെ ലീഗ് ശക്തമാകണം, UDF ശക്തമാകണം. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തോടുള്ള ഒരു വിരുദ്ധ വികാരമുണ്ട്. പിന്നെ വർഗീയ ചേരികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം സ്വീകരിക്കുന്നതിനോട് വലിയ വിയോജിപ്പ്, വലിയ വെറുപ്പ് കൊടുവള്ളി മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് പൊതുവിൽ കൊടുവള്ളി മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലുടനീളം കാണുന്നതാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ റിസൾട്ടിൻ്റെ ഒരു കാരണം അതാണ്. CPM-നോട് നമ്മൾ വലിയ വിമർശനമൊക്കെ ഉന്നയിക്കാറുണ്ടെങ്കിലും വർഗീയതയോട് സന്ധി ചെയ്യുന്ന ഒരു സമീപനം, നേരിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സമീപനം അവർ സ്വീകരിക്കാറില്ല. പക്ഷേ അങ്ങനെ ഒരു ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക എന്നൊരു തന്ത്രം പരസ്യമായി CPM സ്വീകരിക്കുന്നതിനോട് വലിയ വിയോജിപ്പാണ് കൊടുവള്ളി മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പ്രത്യേകിച്ചുമുള്ളത്. അതെല്ലാം അനുകൂലമായി വരും. ഈ ലീഗ് നേതാക്കളെ പലരെയും അവർ ബന്ധപ്പെട്ടിരുന്നു. ഉമർ മാസ്റ്ററുടെയൊക്കെ പേര് ചേർത്ത് പോലും പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഈ അദ്ദേഹത്തിന് ഇന്നലെ മറ്റോ ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കും. ഉമർ മാഷൊക്കെ മുസ്ലിം ലീഗ് അസ്ഥിക്ക് പിടിച്ച ആളാണ്. അദ്ദേഹമൊന്നും ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിന്നെ മുസ്ലിം ലീഗ് ആശയത്തെ കൈയൊഴിയും എന്ന് പറഞ്ഞാൽ ഒരാളും അത് വിശ്വസിക്കില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായി ലഭിക്കേണ്ട ഒരു അർഹത, നേരത്തെ മൊയ്ൻകുട്ടി സാഹിബിന്റെ മരണത്തെ തുടർന്ന് ഒരു ഒഴിവുണ്ടായിരുന്നു. ആ ഒഴിവ് ശരിക്കും കൊടുവള്ളിക്ക് കിട്ടേണ്ട ഒരു ഒഴിവാണത്. അപ്പോൾ അതിൽ സ്വാഭാവികമായും ആ പദവിയിലേക്ക് വരേണ്ട ഒരാൾ ഉമർ മാഷ് തന്നെയാണ് കൊടുവള്ളി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് പക്ഷേ അദ്ദേഹം കൊടുവള്ളി മണ്ഡലത്തിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കാനായിരുന്നു താല്പര്യം പ്രകടിപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കണം എന്ന, കാരണം കുറേ ആളുകളൊക്കെ മത്സരരംഗത്തേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കാൻ പാർട്ടിക്ക് ആളുകൾ വേണ്ടിവരും. അപ്പോൾ ആ നിലക്കാണ് ഇപ്പോൾ അദ്ദേഹത്തെ സംസ്ഥാന തലത്തിലെ ഒരു ഭാരവാഹി സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിച്ചത്. അതൊന്നും ഏതെങ്കിലും സ്ഥാനമാനം അദ്ദേഹം ആഗ്രഹിച്ചിട്ടോ അദ്ദേഹം പറഞ്ഞിട്ടോ ഒന്നുമല്ല. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ പോലും സമീപിക്കാനുള്ള ഒരു മനസ്സവർ കാണിക്കുന്നു എന്നതൊരു വലിയ പ്രശ്നമല്ലേ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. അവർ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അത് സമീപിക്കാനുള്ള ഒരു ധൈര്യമൊക്കെ അവർക്കുണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം ഉമർ മാഷ് പോലെയുള്ള ആള് അങ്ങനെ പാർട്ടിക്ക് വേണ്ടി അത്രയധികം കഠിനാധ്വാനം ചെയ്യുന്ന, കൊടുവള്ളി മണ്ഡലത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിയോടൊപ്പം ഉറച്ചു നിന്ന് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനെ സമീപിക്കാൻ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനുള്ള ശക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെയൊന്നും ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഏതായാലും ഈ കൊടുവള്ളിയിലെ പ്രത്യേകിച്ചും ജില്ലയിലെ ആകെയും കണക്കിലെടുത്താൽ വലിയ മാറ്റം പ്രകടമായിരുന്നല്ലേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ? ഈ കൊടുവള്ളിയിൽ കഴിഞ്ഞതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകളൊക്കെ നേടാനും കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് അടുത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തി. തീർച്ചയായിട്ടും പിന്നെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഇപ്പോൾ സമീപ പഞ്ചായത്തുകളാണെങ്കിലും, ഇപ്പോൾ നരിക്കുനി അവിടെ ഇടതുപക്ഷത്തിന് ആകെ 2 സീറ്റേ ഉള്ളൂ. ആ നിലയിലേക്ക് ഇടതുപക്ഷം അവിടെ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ എല്ലാ പഞ്ചായത്തും ഭരിക്കുന്ന UDF ആണ്, മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന UDF ആണ്, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 3ഉം UDF ആണ്. അതും മികച്ച ഭൂരിപക്ഷം, ചെറിയ ഭൂരിപക്ഷത്തിനല്ല ഓരോരുത്തരും ജയിക്കുന്നത്, മികച്ച ഭൂരിപക്ഷത്തിനാണ്. അവരുടെ സ്റ്റാർ ഐക്കണുകളായിട്ടുള്ള ആളുകളെല്ലാം പരാജയപ്പെടുത്തിയിട്ടാണ് പുതുമുഖങ്ങളും അതുപോലെ തന്നെ സമ്പന്നതയുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവിടെ വിജയിച്ചു വന്നത്. അപ്പോൾ UDFന് അനുകൂലമായ ട്രെൻഡ് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ തന്നെ കണ്ടതാണ്. പ്രത്യേകിച്ച് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലൊക്കെ വോട്ട് ചോരി നടത്തിയിട്ട് കുറേ ആളുകൾ, പ്രത്യേകിച്ച് SIRന്റെ കാലത്ത് വോട്ട് വെട്ടിമാറ്റുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടാവും. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കി പിന്നെ വോട്ട് ചോരി നടത്തി അവിടെ മുനിസിപ്പാലിറ്റി പിടിക്കാനുള്ള ശ്രമം നടത്തിയത്. അവസാനം കോടതിയെ പോലും സമീപിച്ചുകൊണ്ടാണ് അതിനെല്ലാം തിരിച്ചുപിടിക്കാൻ സാധിച്ചത്. അപ്പോൾ അതിനൊക്കെതിരെ വലിയ ജനവികാരം ഈ ഗവൺമെന്റിനെതിരായി, ഇടതുപക്ഷത്തിനെതിരായിട്ട് അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അവർ കിട്ടാവുന്ന എല്ലാ അവസരവും അത് വിനിയോഗിക്കും.
ഈ ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ഭയങ്കര അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. ചെറിയ ചില വനിതാ ലീഗ് പോലുള്ള ആളുകൾ വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിലും രണ്ടാം തവണയെ പോലുള്ളവർ ആദ്യം വിമർശിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന കാഴ്ച, ഈ സ്ഥാനാർത്ഥികൾ ആകെ നോക്കിയാൽ നല്ല സ്ഥാനാർത്ഥികളെന്ന് പരക്കെ ഒരു അഭിപ്രായം കിട്ടിയതാണ്. പക്ഷേ അത്തരം സ്ഥാനാർത്ഥികൾക്കെതിരെ പോലും ഈ മുതിർന്ന നേതാക്കൾ, ഈ അഹമ്മദ് എവർക്കനെ പോലുള്ളവർ പോലും ഈ ഫാത്തിമ തഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാന്നൊക്കെ പറയുന്നു. അത്തരം ചില പ്രവണതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. അതായത് ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ എല്ലാവരും സമ്മതിച്ചൊരു കാര്യം, ഏറ്റവും ഗംഭീരമായ സ്ഥാനാർത്ഥി പട്ടികയാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. പിന്നെ പേരാമ്പ്ര എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ വലിയ കോട്ടയാണെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് തകർന്നടിഞ്ഞു. UDF വലിയ വിജയമുണ്ടായി. കുറേ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. ഫാത്തിമ തഹ്ലി അവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ ഉണ്ടായ ഒരു ഓളം, ഞാൻ പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഓളം ഉണ്ടാക്കിയ ഒരു നിയോജകമണ്ഡലമാണ് പേരാമ്പ്ര. അപ്പോൾ അഹമ്മദ് ദേവർകോവിൽ അദ്ദേഹം സൊമനസാലെ പറഞ്ഞതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാവാനാണ് സാധ്യത. കാരണം എവിടെയെങ്കിലും പരാജയം മണക്കുമ്പോൾ ഉടനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാപ്പ കുത്തുക എന്നുള്ളത് ഇടതുപക്ഷം ഇപ്പോൾ കുറച്ച് നാളുകളായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന തന്ത്രമാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് പരാജയപ്പെടുത്തിയിട്ടാണ് അവിടെ UDF മികച്ച വിജയം ഉണ്ടാക്കാൻ സാധിച്ചത് കേരളത്തിലുടനീളം, ഈ ചാപ്പ കുത്തിയിട്ട് പോലും. അപ്പോൾ പേരാമ്പ്രയിൽ പരാജയം മണക്കുന്നു എന്നുള്ളതാണ് അഹമ്മദ് ദേവർകോവിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിന്റെ കാരണം. അതിനെയും ഞങ്ങൾ മറികടക്കും. ഫാത്തിമ തഹ്ലിയെ പേരാമ്പ്രയിൽ ജയിക്കും. അതൊരു ചാപ്പയായി കരുതുന്നുണ്ടോ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർത്ത് പറയുന്നത്? അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും നിങ്ങൾക്ക് സഖ്യമുണ്ടായിരുന്നതാണ്, പക്ഷെ അതൊരു ചാപ്പയായി കരുതേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്ക് മാത്രമല്ല സഖ്യം ഉണ്ടായിരുന്നത്, ഇടതുപക്ഷത്തിനുണ്ടായിരുന്നല്ലോ. ഇടതുപക്ഷം എത്ര കാലമായി? ഞങ്ങൾ ഇപ്പോഴല്ലേ അവർ ഞങ്ങളെ പിന്തുണയ്ക്കാൻ തുടങ്ങിയത്. പതിറ്റാണ്ടുകളോളം ഇടതുപക്ഷത്തിനും CPM-നും പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല, പിണറായി വിജയൻ തന്നെ നേരിട്ട് വന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സംഘടനയല്ലേ. ആ സംഘടനയെ ഇപ്പോൾ ആക്ഷേപിക്കുകയും എന്നിട്ട് ആ ആക്ഷേപത്തിന്റെ പേരിൽ ഞങ്ങളെ ചേർത്ത് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ചാപ്പയടി തന്നെയല്ലേ. എന്താ സംശയം? ആടിനെ പട്ടിയാക്കുക, പിന്നീട് പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞതുപോലെ ആദ്യം വർഗീയത പറയുക, തീവ്രവാദ പറയുക, അതിന്റെ ചാപ്പയടിക്കുക, എന്നിട്ട് ആ ചാപ്പ മറ്റുള്ളവരുടെ മേലിൽ ചാർത്തുക, എന്നിട്ട് എല്ലാവരെയും ഒരേ ചാപ്പയിൽ കോർത്തിണക്കുക എന്നൊരു സമീപനമാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം അതിനെയും അതിജീവിക്കും. അങ്ങനെയൊന്നും വർഗീയതയും വിഭാഗീയതയും ധ്രുവീകരണമൊന്നും ഉണ്ടാക്കിയിട്ട് CPM പോലെ ഉള്ള ഒരു പാർട്ടിക്ക് കേരളത്തിൽ BJPക്ക് സാധിക്കും, വടക്കേ ഇന്ത്യയിലൊക്കെ സാധിക്കും. പക്ഷെ കേരളം അതിനൊക്കെ അതിജീവിച്ചൊരു പാരമ്പര്യമല്ലേ ഉള്ളത്. ഏറ്റവും ഒടുവിൽ വരുന്നത് ഈ തങ്ങൾ കുടുംബത്തിനെതിരെയൊക്കെ അല്ലെങ്കിൽ തങ്ങൾമാർക്കെതിരെ ഒന്നും ഈ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ പലപ്പോഴും ഉന്നയിക്കുമെങ്കിൽ പോലും ഒരു പരിധിയിൽ കവിഞ്ഞ ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ പോലും വരാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ അതും വന്നിരിക്കുന്നു. എങ്ങനെ കാണുന്നു അത്തരം? അതായത് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ആർക്കെതിരെയും എന്തും പറയാം എന്നൊരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടല്ലോ സമൂഹ മാധ്യമങ്ങളിൽ. പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ആളുകൾക്കെതിരെ കർക്കശമായ ഒരു നടപടി സ്വീകരിക്കാൻ പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല. പക്ഷെ ഭരണകൂടത്തിനെതിരെയാകുമ്പോൾ മാത്രമാണ് അത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ, നിയമ നടപടികളൊക്കെ സ്വീകരിക്കുകയും അവരെ കൽത്തുറുമ്പിൽ അടക്കുകയും ചെയ്യുന്നത്. പക്ഷേ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെ സർവ്വരാലും ആദരിക്കപ്പെടുന്ന, കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് സർവ്വരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെ പോലും ഇങ്ങനെ കരിവാരിത്തേക്കാൻ, വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ്. ഞങ്ങൾ അതിനെ അങ്ങേ അറ്റമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വേറെ എല്ലാം ഞങ്ങൾ ക്ഷമിക്കും, വേറെ എല്ലാം ഞങ്ങൾ സഹിക്കും. ഒരു സംശയം വേണ്ട, ഇത് പൊറുക്കുന്ന പ്രശ്നമില്ല. ഇത് അങ്ങേയറ്റം ഞങ്ങൾ നിയമപരമായി പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഇടത് ഹാൻഡിലുകൾക്ക് ബന്ധമുണ്ടോ എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ചില ആളുകളുമായി ബന്ധപ്പെടുത്തിയൊക്കെ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിവേകമുള്ള ഇടതുപക്ഷ പ്രവർത്തകർ അങ്ങനെ ചെയ്യും. രാഷ്ട്രീയമായ വിരോധമൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ തങ്ങളെ ഈ നിലക്ക് തേജോവധം ചെയ്യാൻ CPM പ്രവർത്തകരോ ഇടതുപക്ഷ പ്രവർത്തകരോ പിന്നെ വിവരവും ബുദ്ധിയുമുള്ള ഒരാളും തയ്യാറാകും എന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. ഈ ജലീലിന്റെ ഒക്കെ അക്കാര്യത്തിലെ പോസ്റ്റ് അതേ അർത്ഥത്തിലാണോ താങ്കൾ ഉൾക്കൊള്ളുന്നത്? അതോ ജാമ്യം എടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു പ്രശ്നമായി മാറുമെന്ന് കണ്ടുള്ള ഒരു പോസ്റ്റായാണോ കാണുന്നത്? അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ കേട്ടു. അദ്ദേഹമൊക്കെ ഇതിനെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇങ്ങനെ അതാരാണെങ്കിലും ഇപ്പോൾ CPM നേതാക്കന്മാർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നതെങ്കിൽ ഇതിനെല്ലാവരും അങ്ങനെ ഒറ്റക്കെട്ടായി തോൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനിടയിൽ നമുക്ക് ലാഭം കിട്ടോ എന്ന് നോക്കുന്നതിനെ കേരളം അപ്രീഷിയേറ്റ് ചെയ്യില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ടി ജലീലിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, സംശയമില്ല. ഈ MK രാഘവന് കിട്ടിയ ഭൂരിപക്ഷമാണ് കൊടുവള്ളിയിൽ ഏറ്റവും വലുതായി നിൽക്കുന്നത്. അതൊക്കെ മേലെ ആണോ? അല്ല, ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുക. ബാക്കിയുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്തായാലും ഉറച്ച കോട്ടയാണ് UDF. അവിടെ സ്വതന്ത്രത ഭീഷണി അല്ലെങ്കിൽ അത്തരം പ്രവണതകളെ ഇല്ലാതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മികച്ച വിജയം തന്നെ നേടാൻ കഴിയും എന്നാണ് PK ഫിറോസ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.